ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മളുടെ കോക്കറ്റെയിൽ ചിക്സിനെ എപ്പം ഏത് പ്രായത്തിലാണ് അവരെ ഹാൻഡ് ഫീഡിങ്ങിന് എടുക്കേണ്ടതെന്നും അവരൊക്കെ എങ്ങനെയാണ് സ്റ്റാർട്ടിങ് മുതൽ ഒരു പ്രായം വരെ ഹാൻഡ് ഫീഡിങ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെയാണ് ഇന്നത്തെ വീഡിയോ. വിത്ത് ഒരു 1 വീക്കിൻ്റെ വരെയുള്ള അപ്ഡേറ്റും കൂടാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. 2 വീക്സ് ആയിട്ട് ഞാൻ ഹാൻഡ് ഫീഡ് ചെയ്യുന്ന എൻ്റെ പിള്ളേരാണ്. ഞാൻ ഈ പ്രായമായി കഴിഞ്ഞാൽ പിന്നാണ് ഇവരെ ഹാൻഡ് ഫീഡ് ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ ഇവരുടെ ചേഞ്ചസും കുഞ്ഞിലെ മുതലേ ഞാൻ ഫീഡ് ചെയ്യുന്നവരുടെ ചേഞ്ചസുമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഈ ആളെ ഓർമ്മയുണ്ടോ? ഇവരാണ് നമ്മളുടെ ആ എയർ സാക്ക് ഇൻഫ്ലേഷനൊക്കെ ആയിട്ട് ഞാൻ ട്രീറ്റ് ചെയ്ത ബേർഡ്. ഇതെൻ്റെ സിക്കായിട്ടുള്ളൊരു ബേർഡ് ഉണ്ടായിരുന്നല്ലോ, അവനാണിത്. അവനാണോന്ന് അറിയത്തില്ല, ഞാൻ വിചാരിക്കുന്ന മെയിലാണെന്നാണ്. ഇവന് ഓൾറെഡി ഇപ്പം ഒരു 1 മന്ത് മേലെയായി ഞാൻ ഇതിനെ ഹാൻഡ് ഫീഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്യാൻ എടുക്കുന്ന പ്രായം മുതൽ ഒരു 2 വീക്സ് 1 വീക്ക് വരെയുള്ള അപ്ഡേറ്റ് ആണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ആദ്യം മുതലേ ഫീഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ വെൽക്കം ടു മൈ ഏവിയറി. എപ്പോഴാണ് റൈറ്റ് ഏജ് ചിക്സിനെ ഹാൻഡ് ഫീഡ് ചെയ്യാൻ എടുക്കുന്നത്? അത് ഏത് ചിക്കാണെങ്കിലും നമ്മളുടെ പേർപ്പസ് അനുസരിച്ചാണ്. ഞാൻ നോർമലി ഹാൻഡ് ഫീഡിങ് ചിക്സിനെ അങ്ങനെ എടുക്കാറില്ല, കാരണം എനിക്ക് സമയമില്ല ഹാൻഡ് ഫീഡ് ചെയ്യാനായിട്ട്. പക്ഷേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു അസുഖങ്ങളൊക്കെ വരുമ്പോഴാണ് നോർമലി ഞാൻ ഹാൻഡ് ഫീഡ് ചെയ്യേണ്ട വരുന്നത്. പിന്നെ ആൾക്കാർ ഹാൻഡ് ഫീഡിങ് ചിക്സിനെ ചോദിച്ച് വരുന്നവർക്ക് വേണ്ടി ഞാൻ ഹാൻഡ് ഫീഡ് ചിക്സിനെ ഹാൻഡ് ഫീഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. കാരണം അവർക്ക് ഈസി ആകുമല്ലോ. എല്ലാവർക്കും ഹാൻഡ് ഫീഡ് ചെയ്യാൻ അറിയത്തില്ല. കറക്റ്റ് പ്രായം എന്ന് പറഞ്ഞാൽ പിൻ ഫെതേഴ്സൊക്കെ വന്ന് ക്രോപ്പൊക്കെ ഹെൽത്തി ആണോ എന്നൊക്കെ നോക്കിയിട്ടുള്ള ബേർഡ്സിനെയാണ് ഞാൻ എടുക്കുന്നത്. നമ്മൾ ചിക്സിനെ ആദ്യം പേരൻസിൻ്റെ അടുത്തുനിന്ന് എടുക്കുമ്പോൾ നന്നായിട്ട് കൈയൊക്കെ വാഷ് ചെയ്ത് അവരെ ഒരു ബോക്സിനകത്തുനിന്ന് എടുത്തുകൊണ്ട് പോയി ചിക്കൊക്കെ ഹെൽത്തി ആണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ താഴെ നമ്മളുടെ റൂമിൽ കൊണ്ടുപോകാനായിട്ട്. ഇവരെ വെക്കുന്ന ഉടനെ നല്ല വെൻറ്റിലേഷനൊക്കെ ഉള്ളൊരു ബോക്സ് പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഓൾറെഡി നെസ്റ്റിംഗ് മെറ്റീരിയലൊക്കെ ഇട്ട് അവർക്ക് വാം ആയിട്ട് ഇരിക്കാനുള്ള ഒരു സ്ഥലം ഉണ്ടാക്കി വെക്കണം. ആദ്യം പേരൻസിൻ്റെ അടുത്തുനിന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞ് ഉടനെ നമ്മൾ ഫീഡ് ചെയ്യാനും ഹാൻഡ് ഫീഡ് ചെയ്യാനും ഒന്നും നോക്കരുത്. ഇതേപോലെ വാമായിട്ട് ക്വയറ്റായിട്ടുള്ളൊരു സ്ഥലത്ത് കൊണ്ടുവെക്കുക. അതിനെ അന്നേരമേ എടുത്ത് ഫീഡ് ചെയ്യാനും ഒന്നിനും പോകരുത്. ഇത് ഞാൻ നേരത്തെ കുഞ്ഞിലെ മുതലേ എടുത്ത് ഹാൻഡ് ഫീഡ് ചെയ്യുന്ന കുറേ ചിക്സാണ്. ഇവരുടെയൊക്കെ ഞാൻ ഷോർട്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, ഇവരുടെയൊക്കെ അപ്ഡേറ്റ് വീഡിയോ. പ്രായത്തിലുള്ള കോക്കറ്റെയിൽ ചിക്ക് ഐഡിയൽ ആയിരിക്കും ഹാൻഡ് ഫീഡ് ചെയ്യാനായിട്ട്. കാരണം കുറച്ച് രോമമൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ എപ്പം ഫുഡ് കൊടുക്കാൻ നമ്മളെടുത്താലും അവർക്ക് അറിയാം. അപ്പം ഞാൻ കുഞ്ഞിലെ മുതലേ ഫീഡ് ചെയ്തുകൊണ്ടാണ് ഇവർ എൻ്റെ അടുത്ത് ഇങ്ങനെ വരുന്നത്. നമ്മൾ അല്ലാണ്ട് പേരൻസിൻ്റെ അടുത്തു നിന്ന് ഒരു ചിക്കനെ എടുക്കുമ്പോൾ അവർ ഇതുപോലെ നമ്മുടെ അടുത്ത് വരത്തില്ല. അവരിങ്ങനെ പേടിച്ചിങ്ങനെ മാറിയിരിക്കത്തേ ഉള്ളൂ. ഇനി ഇവരെ നമ്മൾ ഓരോ ദിവസവും ട്രൈ ചെയ്ത് ടൈം സ്പെൻഡ് ചെയ്ത് വേണം നമ്മൾ ഫുഡ് കൊടുത്ത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ സിറിഞ്ച് കാണുമ്പോഴേ അവർ ഇതിനെ ഫോളോ ചെയ്യും. അപ്പം നമുക്ക് ഈസി ആയിട്ട് ഫുഡ് കൊടുക്കാൻ പറ്റും. ഞാൻ എപ്പം ഫീഡ് കൊടുത്താലും ഫുള്ള് ക്രോപ്പ് ഫില്ല് ചെയ്യത്തില്ല. ഞാൻ ഒരു 3/4 വരെ ഫില്ല് ചെയ്യത്തുള്ളൂ. ഇപ്പം ഇത് ക്ലീൻ ചെയ്യാൻ അധികം ഹെയർ ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇച്ചിരി വലുതായി കഴിയുന്നുണ്ടെങ്കിൽ ഇവിടെ മൊത്തം ഒട്ടിപ്പിടിച്ചിരിക്കും. നമ്മൾ അന്നേരം തന്നെ നനഞ്ഞ തുണി കൊണ്ട് തുടച്ചില്ലെങ്കിൽ. ഫീഡ് ചെയ്ത് കഴിഞ്ഞ് നല്ല വാം ആയിട്ടുള്ള സ്പേസിൽ അടച്ച് വെക്കണം. ട്രൈ ചെയ്യാൻ പോവാണ്. ഇവർ ഓൾറെഡി അവർക്ക് പേടിയാണ്. നമ്മൾ ഫുഡ് കൊടുക്കുമ്പം കഴിക്കണമെന്നില്ല. അവർ പേടിച്ച് ആണ് ഇരിക്കുന്നത്. ഇത് കണ്ടോ, നമ്മളെ അവിടെ ഹാൻഡിൽ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അവർക്കൊരു പേടിയാണ് എപ്പോഴും. അത് കുഴപ്പമില്ല. ഒരു 2 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് അവർ ശരിയാകും. ഇവരുടെ ഈ പേടി മാറ്റിയെടുക്കണം. നമ്മൾ കടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അത് കുറച്ച് നേരം നമ്മൾ അവരെ ഹാൻഡിൽ ചെയ്ത് കഴിയുമ്പോൾ അത് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ആയിക്കോളും. പതുക്കെ ഞാൻ സ്പൂണും കൊണ്ടാണ് ട്രൈ ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ ഇപ്പം ഈ സ്പൂണേ ഉള്ളൂ. മറ്റേ ഫീഡിങ്ങിൻ്റെ പോലെ ഒരു സ്പൂൺ ഉണ്ടായിരുന്നു, പക്ഷേ അതിപ്പം കാണുന്നില്ല. അപ്പം ഇത് ട്രൈ ചെയ്ത് ജസ്റ്റ് ഇച്ചിരി ഒന്ന് ഒഴിച്ചിട്ടുണ്ടാകും. ട്രൈ ചെയ്ത് കുറച്ച് അവർക്ക് വിശന്നിരിക്കും. ഇപ്പം കുറേ നേരമായി ഫുഡ് കഴിച്ചിട്ട്, അതുകൊണ്ടാണ് അവർ കഴിക്കുന്നത്. പിന്നെ ഒരു ചെറിയ ചൂട് വേണം. ഇവർക്ക് ഇതിൻ്റെ ടേസ്റ്റ് അറിയത്തില്ല. അവർക്ക് ഇത്രയും നാളും പേരൻസ് ഫുഡ് കൊടുത്തതേ അവർക്കറിയത്തുള്ളൂ.
ട്രൈ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഒത്തിരി ഫോഴ്സ് ഫീഡ് ചെയ്യാൻ പോകണ്ട, ഒന്നും പറ്റത്തില്ല. പിന്നെ ഒരു ഫുട്ബോളിനകത്തിൽ കുറച്ച് സീഡ് മിക്സും കുറച്ച് വെള്ളവും കൂടെ അവരുടെ ആ ഫുഡിനകത്തിൽ വെച്ചേക്കാം. അഥവാ ട്രൈ ചെയ്യുവാണെങ്കിൽ അവർ ട്രൈ ചെയ്യാം, അത്രേ ഉള്ളൂ. പിന്നെ ഒരു മിൻറ്റ് ലീഫോ അല്ലെങ്കിൽ ഒരു കൊറിയാണ്ടർ ലീഫിൻ്റെ ഒരു സ്റ്റിക്കോ എന്തെങ്കിലുമൊക്കെ അവരുടെ ടേബിളിട്ട് വെക്കാം. അവർക്ക് ജസ്റ്റ് കടിക്കോടെ പേരിക്കാം. ട്രൈ ചെയ്യും. ഇനിയിപ്പോൾ നമ്മൾ ഇവരിങ്ങനെ 1 വീക്കും കൊണ്ട് അവർ സെൽഫ് ഫീഡിങ് ആകും, നമുക്ക് ഫീഡ് ചെയ്യുകയും ചെയ്യാം. ആദ്യമേ കൊണ്ടുവന്ന് സിറിഞ്ചും കൊണ്ടൊക്കെ ചെന്നാൽ ചിലപ്പം അവർക്ക് പേടിയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ സ്പൂണും കൊണ്ട് ട്രൈ ചെയ്യുന്നത്. അവർക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടി നമ്മളവരെ ഹേർട്ട് ചെയ്യാനല്ല എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് അവർക്ക് പിന്നെ ഈസി ആയിട്ട് ഫീഡ് ചെയ്യാൻ പറ്റും. കണ്ടോ, ആ ഒരു ഡ്രോപ്പായിട്ട് അവരുടെ വായിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അധികം ഞാൻ പിടിച്ചിട്ട് പോലുമില്ല അതിനെ. അപ്പോൾ അവരത് ടേസ്റ്റ് ചെയ്ത് കഴിക്കാനായിട്ട് നോക്കും. അവർ ഓൾറെഡി അവരുടെ പേരൻസിൻ്റെ അടുത്തുനിന്ന് എടുത്തുകൊണ്ട് വന്നതിൻ്റെ ആ ഒരു ഷോക്കിലായിരിക്കും ഇരിക്കുന്നത്. അവർക്ക് മനസ്സിലായി പോലും കാണത്തില്ല എന്തുവാ സംഭവിച്ചതെന്ന്. അപ്പോൾ നമ്മളവരെ അത്രയും കംഫർട്ടിലാക്കി വെക്കണം. ആദ്യമേ പോയി ഫീഡ് ചെയ്യാനും സിറിഞ്ച് എടുത്തുകൊണ്ട് വന്ന് എടുക്കാനും ഒന്നും ചെയ്യരുത്. നമ്മൾ പതുക്കെ അവരെ ടേക്ക് കെയർ ചെയ്യുക. അവർക്ക് മനസ്സിലാകും നമ്മളവരെ ഹേർട്ട് ചെയ്യാനല്ല, നമ്മളവരെ നോക്കാനാണെന്നുള്ളത്. അപ്പോൾ അവർക്ക് അത് നമ്മളുമായിട്ട് അവർ പെട്ടെന്ന് അഡ്ജസ്റ്റ് ആകും. നമ്മൾക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ അത് അവർക്ക് സെൻസ് ചെയ്യാൻ പറ്റും, നമ്മളുടെ പേടിയും നമ്മളുടെ ടെൻഷനും ഒക്കെ. അപ്പം കാം ആൻഡ് കൂളായിട്ട് ഇങ്ങനെ ഓരോരോ ഡ്രോപ്പ് വെച്ച് കൊടുത്താൽ മതി. ആദ്യം കുറച്ചേ കഴിക്കത്തുള്ളായിരിക്കും, സാരമില്ല. ഒരു ആദ്യത്തെ 2 ദിവസം ചിലപ്പോൾ അവരിങ്ങനെ എടുക്കും, സമയമെടുക്കും. ഇത് അത്ര സ്പീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കിതിനെ ചേഞ്ച് ചെയ്തെടുക്കണം വേണ്ടിയാണ് നിങ്ങൾ ഹാൻഡ് ഫീഡിങ് ചിപ്സിനെ വാങ്ങിക്കുന്നതെങ്കിൽ സമയമെടുത്ത് കമ്മിറ്റ് ചെയ്യാമെങ്കിൽ മാത്രമേ എടുക്കാവൂ. ഇത് കുറച്ച് പാടുള്ള കാര്യമാണ്. ഉറക്കളയ്ക്കണം, ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം രാത്രിയിൽ ഒക്കെ, അപ്പോഴേ അവർ കഴിക്കത്തുള്ളൂ. ഇത് കണ്ടോ, ഞാൻ യൂസ്ഡ് ആയതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ആദ്യമായിട്ട് ഒരാളാകുമ്പം നമുക്ക് ആ ഒരു വിഷമവും ഇവർക്ക് ഫുഡ് കഴിക്കത്തില്ലാത്തതിൻ്റെ ഒരു കുഴപ്പവും നമ്മളെ കൊണ്ട് ഇത് പറ്റുന്നില്ല എന്നുള്ളത് തോന്നലും ഒക്കെ വരുമ്പോഴാണ് നമ്മൾ ഭയങ്കര ഒരു ഡെസ്പറേഷൻ ആയി പോകുന്നത്. അതൊന്നും വേണ്ട. ഞാൻ പഠിച്ചിട്ടല്ല ഇത് ചെയ്യുന്നത്, ഞാൻ ചെയ്താണ് എനിക്കിത് ശീലമായത്. അപ്പം ആദ്യമായിട്ട് ഒരാൾ ഫീഡ് ചെയ്യുന്ന ഉടനെ ശരിയാണ്, നമുക്കൊരു ടെൻഷനുണ്ട്, ഈ കുഞ്ഞു ഫുഡൊന്നും കഴിക്കുന്നില്ലല്ലോ എന്നൊക്കെ. ഒന്നും വിഷമിക്കേണ്ട. 2 ദിവസം ഇത് കഴിച്ചില്ലെങ്കിലും ഒരു കുഴപ്പവും പറ്റത്തില്ല. കാരണം ഇത് ഓൾറെഡി കുറച്ച് വലുതായ ചിക്സാണ്. മറ്റേ കുഞ്ഞി പിള്ളേരെ പോലല്ല. കുഞ്ഞി പിള്ളേരാണെങ്കിൽ ഈസിയാണ് ഫുഡൊക്കെ എടുക്കാനായിട്ട്. സിറിഞ്ച് വെച്ച് ക്രോപ്പ് ഫീഡിങ് ചെയ്യുന്നവർ ഉണ്ട്. അവരെ നമുക്ക് ബേർഡ്സിനെ ടൈം ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഫോഴ്സ് ഫീഡിങ് ചെയ്യാത്തത്. ഞാൻ അതുപോലത്തെ ക്രോപ്പ് ഫീഡിങ് ഞാൻ ചെയ്യാറില്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ട്, അത് ഈസിയാണ്. ജസ്റ്റ് സിറിഞ്ചിനകത്തോട്ട് ഫുഡ് എടുത്തിട്ട് ഫ്ലഷ് ചെയ്ത് വെച്ചാൽ മതി. നീഡിൽ അതിനകത്തോട്ട് ഇങ്ങനെ കഴുത്തിൽ കൂടെ തൊണ്ടയിലോട്ട് ക്രോപ്പിലോട്ട് ഇറക്കി വെച്ച് ഫീഡ് ചെയ്യുന്നത്. ഞാൻ ആ പരിപാടി ചെയ്യാറില്ല. അങ്ങനെയുള്ള ബേർഡ്സിനെ ടൈം ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ സമയമെടുത്ത് അവരോട് സമയം സ്പെൻഡ് ചെയ്ത് നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ അവരെ ടൈം ചെയ്യാനായിട്ട് നമുക്ക് ഈസിയാണ്. പിന്നെ അതിൻ്റെ ഫുഡിൻ്റെ ഹീറ്റിങ്ങും എല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം. ഒത്തിരി ചൂടുള്ളത് കോരി അവരുടെ തൊണ്ടയിലോട്ട് ഒഴിക്കല്ല, അത് പൊള്ളി ഇൻഫെക്ഷനൊക്കെ ആകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇത് സെക്കൻഡ് ഡേയിൽ രാവിലെ ഞാൻ മറ്റുള്ള ചിക്സിനെയൊക്കെ ഫീഡ് ചെയ്യാനെടുത്ത കൂട്ടത്തിൽ ഫീഡ് ചെയ്യാനെടുത്താണ് എല്ലാവരെയും. അപ്പോൾ ഇത് കണ്ടോ, ഇപ്പോഴും അവർക്ക് പേടിയാണ്. പക്ഷേ 12 hours ഫുഡ് കഴിക്കാതിരുന്നിട്ട് നോക്കിക്കുക എന്നെ കൊത്താൻ വരുന്നത് സിറിഞ്ചും കൊണ്ട് സ്പൂണും കൊണ്ട് ചെന്നിട്ട്. പക്ഷേ വിശന്നിരിക്കുമായതുകൊണ്ട് അവർക്ക് ഫുഡ് ഏതായാലും അവർ ടേസ്റ്റ് ചെയ്ത് കഴിക്കുന്നുണ്ട്, കണ്ടോ. പക്ഷേ എന്നിട്ടും ഒരു പേടിയുണ്ട്. അവർ ഓടി ഒളിക്കാനും ഒക്കെ നോക്കുവാണ് അവന്, പാവം. ഇപ്പം സിറിഞ്ചും കൊണ്ട് പിന്നെ ട്രൈ ചെയ്ത് നോക്കി. നമുക്ക് പതുക്കെ സമയമെടുത്ത് ഫീഡ് ചെയ്യാം. എന്നിട്ടും ഓടി ഒളിച്ചിരിക്കാൻ പോവാണ്. ഇപ്പം ഒരു 10 ml ഫുഡ് ഇത് കഴിച്ചിട്ടുണ്ട്, ഓക്കെയാണ്. ഇപ്പം ഏകദേശം ഒരു 10 ml കഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്യാൻ ഞാൻ കൊടുക്കത്തില്ല, ഇത് കഴിക്കുന്നുണ്ട്, അതുകൊണ്ട് ഓക്കെ. ഇനിയും ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇനിയും ഉച്ചയ്ക്ക് ആഫ്റ്റർനൂൺ ഒരു 1 o'clock ഒക്കെ ആകുമ്പോഴേ ഫുഡ് കൊടുക്കുകയുള്ളൂ. അപ്പം എന്താണേലും അവർ കഴിക്കും. അവർ കുറച്ച് ഹംഗ്രി ആണോ, അല്ലെങ്കിൽ അവർക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ അറിയത്തില്ലല്ലോ എന്തുവാ നമ്മളെന്തിനാ ഫീഡ്. അടുത്ത ആളെ എടുത്തിട്ടുണ്ട് ഫുഡ് കൊടുക്കാനായിട്ട്, നോക്കാം കഴിക്കുവാണ്.
അപ്പോൾ ഇതൊക്കെ നമ്മൾ സ്ലോയിൽ കൊടുത്താൽ മതി. നമ്മൾ ധൃതി വെക്കാനൊന്നും പോലെ ടൈം എടുത്ത് ഫുഡ് കൊടുക്കാവും. ഫസ്റ്റ് ഓഫ് ഓൾ ഇവർ പേടിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഈ സിറിഞ്ചും ഇതുമൊക്കെ എടുത്തുകൊണ്ട് ചെല്ലുന്നുണ്ടെങ്കിൽ അവർക്കൊരു പേടിയായിരിക്കും. പക്ഷേ വിശന്നിരിക്കുന്നതുകൊണ്ട് അവർ കഴിക്കും. ഇച്ചിരി പട്ടിണി കിടന്നാലും ഒന്നും വരാനൊന്നും പോകുന്നില്ല. ഇതിപ്പം 5 ml സിറിഞ്ചായത്. ചിക്സിനെ ഹാൻഡ് ഫീഡ് ചെയ്യാന്ന് പറയുന്നത് ഒരു ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി ഉള്ളൊരു പരിപാടിയാണ്. നമ്മൾ വൺസ് കുഞ്ഞുങ്ങളെ പേരൻസിൻ്റെ അടുത്തു നിന്ന് നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്യാൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കതിൽ നിന്ന് തിരിച്ചു പോകാൻ പറ്റത്തില്ല. അവരെ തിരിച്ചു കൊണ്ടുപോയി വെക്കാനോ ഒന്നിനും പറ്റത്തില്ല. കാരണം പേരൻസ് പിന്നെ അവരെ ഫീഡ് ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് കറക്റ്റായിട്ട് ഫീഡിങ് ടൈം അനുസരിച്ച് കൊടുക്കണം. ഏജ് അനുസരിച്ചാണ് ഫീഡിങ് ചെയ്യേണ്ടത്. കാരണം കുഞ്ഞു പിള്ളേരാകുമ്പം എല്ലാ 1 hour നമ്മൾ ഫീഡ് ചെയ്യേണ്ട വരും. ഞാൻ അങ്ങനെയാണ് ഇവരെയൊക്കെ ഫീഡ് ചെയ്തത്. ഓരോ 1 hour നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ആദ്യമൊക്കെ സ്ലീപ്ലെസ് നൈറ്റ്സാണ്. പിന്നെയാണ് നമ്മൾ കുറച്ച് പ്രായമായി കഴിയുമ്പോഴാണത് 4 hourly ഒക്കെ ആയിട്ട് ഫീഡ് മാറുന്നത്. എന്നാലും നമുക്ക് ഡ്യൂറിങ് ദ ഡേ ഫീഡിങ് ആണ്, അല്ലാണ്ട് നൈറ്റ് ഫുള്ള് ഫീഡ് ചെയ്യാതിരിക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ആൾക്കാർ ഹാൻഡ് ഫീഡിങ് ചിക്സിനെ എടുക്കുക. ഇല്ലെങ്കിൽ ഹാൻഡ് ഫീഡിങ് ചിക്സിനെ ചെയ്തു തരുന്നവരുണ്ട്, അവരുടെ കയ്യിൽ നിന്ന് ചിക്സിനെ വാങ്ങിക്കുക. അല്ല പിന്നെ നിങ്ങൾ ഇതിനു വേണ്ടി കമ്മിറ്റഡ് ആയിട്ട് ഇരിക്കണം. ഇതിനെയൊക്കെ ഇതുപോലുള്ള റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ചെയ്യാനായിട്ട്. ഇവനെ ഞാൻ ഓൾറെഡി ഹാൻഡ് ഫീഡിങ് ചിക്സ് കഴിഞ്ഞ് വീനിങ് സ്റ്റേജിലോട്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു ബിഗർ കേജിലോട്ടൊക്കെ മാറ്റിയായിരുന്നു. അപ്പോൾ അത് ഓൾറെഡി സെൽഫ് ഫീഡിങ് ഒക്കെ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട്, എന്നാലും സപ്പോർട്ട് ഫീഡ് 3 times a day കൊടുക്കുന്നുണ്ട്. വലിയ ചിക്സിന് ഞാൻ 3 times a day ആണ് കൊടുക്കുന്നത്. ഈ കുഞ്ഞു പിള്ളേർക്കൊക്കെ അവരുടെ ക്രോപ്പ് ഫില്ലായെന്നൊക്കെ ചെക്ക് ചെയ്താണ് കൊടുക്കുന്നത്. ഇവർക്കൊക്കെ 4 hourly ആണ് കൊടുക്കുന്നത്, ഈ ബിഗ് കോക്കറ്റെയിൽ ചിക്സിന്. ബജീസിനെ ഒന്നും ഞാൻ ഹാൻഡ് ഫീഡ് ചെയ്യാൻ വേണ്ടി എടുത്തൊന്നുമല്ല. അവരൊക്കെ സിക്കായ ബേർഡ്സോ അല്ലെങ്കിൽ താഴെയൊക്കെ വീണ് കിടക്കുന്ന ബേർഡ്സിനെയൊക്കെ ഞാൻ എടുത്തുകൊണ്ട് വന്ന് ഹാൻഡ് ഫീഡ് ചെയ്യുന്നതാണ്. എനിക്ക് ഉറക്കളച്ചിട്ടുള്ള പരിപാടി ആയതുകൊണ്ട് നമ്മുടെ എല്ലാവരും ചെയ്യാൻ തുടങ്ങി. ഞാൻ ഹാൻഡ് ഫീഡിങ് ചിക്സിനെ എടുക്കുന്നത് ടൈംഡ് ആയിട്ടുള്ള ബേർഡ്സിനെ വേണം എന്ന് ചോദിച്ചു വരുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. അങ്ങനെയുള്ളവർക്ക് ഞാൻ അവരോട് അവരെന്നോട് നേരത്തെ പറഞ്ഞ് ബുക്ക് ചെയ്ത് ചിക്സിനെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു 1 week 2 week ഒക്കെ ഞാൻ ഹാൻഡ് ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവർക്ക് കൊടുക്കുകയുള്ളൂ. അവർക്ക് ഈസി ആയിട്ട് ഫീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജ് വരെ ഞാൻ ഫീഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് ഞാൻ ഹാൻഡ് ഫീഡിങ് ചിക്സിനെ സെല്ല് ചെയ്യുന്നത്. അല്ലാണ്ട് ഡയറക്റ്റായിട്ട് എനിക്ക് വലിയ താല്പര്യമില്ല കൊടുക്കാനായിട്ട്. കാരണം പിന്നെ അവരതിനെ കൊണ്ടുപോയി അവർക്ക് അറിയാൻ മേലാതെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോയെങ്കിൽ അവർക്കും ഒരു വിഷമം, എനിക്കും ഒരു വിഷമം. അപ്പം അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ സ്വന്തമായിട്ട് ഫീഡ് ചെയ്ത് ചിക്സിനെ കൊടുക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകളിൽ കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. അപ്പം ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.